എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. നമ്മളിപ്പോൾ നമ്മളുടെ ഹിസ്റ്ററി ടോപ്പിക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു ദിവസം കേരള ഹിസ്റ്ററി, പിന്നെ അടുത്ത ദിവസം ഇന്ത്യൻ ഹിസ്റ്ററി, അതിനടുത്ത ദിവസം വേൾഡ് ഹിസ്റ്ററി, പിന്നെയും നമ്മൾ റിപ്പീറ്റ് ഇതുപോലെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്നിങ്ങനെ വരാനായിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേരള ഹിസ്റ്ററി തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് ആയിരുന്നു. നമ്മളതിൽ അടിമ വംശത്തിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് നമുക്ക് 4 വംശങ്ങളുണ്ട്. ഇപ്പോൾ ഡൽഹി സുൽത്താനേറ്റിലെ 5 വംശങ്ങളാണ് മെയിനായിട്ടുള്ളത്. അടിമ വംശവും, ഖിൽജി വംശവും, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞതായിരുന്നു. അതിൽ നമ്മൾ ആ ഹിസ്റ്ററി ക്ലാസ്സിൽ നമ്മൾ അടിമ വംശം ഫുള്ളായി തീർത്തിട്ടുണ്ട്. ബാക്കി അപ്പം നമുക്ക് ഖിൽജി വംശവും, തുഗ്ലക് വംശവും, സയ്യിദ് വംശം, ലോധി വംശം എന്നീ 4 വംശങ്ങളെക്കുറിച്ചാണ് നോക്കാനുള്ളത്. ഇതിലെ ഖിൽജി വംശമാണ് ഇനി കുറച്ച് നന്നായി തന്നെ നോക്കാനുള്ളത്. പിന്നെ തുഗ്ലക് വംശം ഖിൽജി വംശത്തിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. പിന്നെ സയ്യിദ് വംശവും ലോധി വംശവും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ 4 വംശങ്ങളും ഇന്ന് തന്നെ പൂർത്തിയാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ഒരു ചെറിയൊരു റിവിഷൻ ആയാലോ. നമ്മൾ ഈ ഡൽഹി സുൽത്താനേറ്റും അതുപോലെ തന്നെ മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ മറ്റൊരു 3 പേരെ കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു 2-3-4 ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ ചോദിക്കാം. അതിൻ്റെ ആൻസേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുകയാണേ. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിൻ്റെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു 5 രാജവംശങ്ങളുണ്ടല്ലോ, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓർഡർ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതറിയാവുന്നവരൊന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നേ. നമ്മളുടെ ഡൽഹി സുൽത്താൻ ഭരണകാലത്തിൻ്റെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത് എന്നുള്ളതൊന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക. ഓക്കെ, അതിന് ഇത്രയും സമയം മതിയാവും എന്നുള്ളത് വിശ്വസിക്കുന്നു. ഇനിയും സമയം വേണ്ടവർ ഇവിടെ പോസ് ചെയ്ത് വെച്ചോളൂ. അത് കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്ന പേര്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഷാനാമ എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ് ആര്? ഷാനാമ എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ് ആര്? അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളുടെ കുത്തബ് മിനാർ ഉണ്ടല്ലോ, അത് കുത്തബുദ്ദീൻ ഐബക്ക് ആരുടെ സ്മരണാർത്ഥമാണ് പണി കഴിപ്പിച്ചത്? കുത്തബ് മിനാർ കുത്തബുദ്ദീൻ ഐബക്ക് ആരുടെ സ്മരണാർത്ഥമാണ് കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്? അടുത്ത ക്വസ്റ്റ്യൻ, അടിമയുടെ അടിമ എന്നറിയപ്പെടുന്ന അടിമ വംശത്തിലെ ഭരണാധികാരി ആര്? അടിമകളുടെ അടിമ എന്നറിയപ്പെടുന്നത് ആര്? അടുത്തത്, ഇക്ത സമ്പ്രദായം ആദ്യമായി പ്രചാരത്തിൽ കൊണ്ടുവന്നത് ആര്? ഇക്ത സമ്പ്രദായം ആദ്യമായി പ്രചാരത്തിൽ കൊണ്ടുവന്നത് ആര്? ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രമാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡൽഹി സുൽത്താനേറ്റിലെ രാജവംശങ്ങളുടെ ശരിയായ ക്രമം എന്ത് എന്നുള്ളതായിരുന്നു. അതിൻ്റെ ക്രമം എന്ന് പറയുന്നത് അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം എന്നിങ്ങനെ തന്നെയാണ് അതിൻ്റെ ശരിയായ ക്രമം. പിന്നെ കുത്തബുദ്ദീൻ ഐബക്ക് ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കിൻ്റെ സ്മരണാർത്ഥമായിരുന്നു കുത്തബ് മിനാർ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി. പിന്നെ അടിമയുടെ അടിമ എന്നറിയപ്പെടുന്ന അടിമവംശ ഭരണാധികാരി ഇൽതുമിഷ് ആണ്. പിന്നെ ഷാനാമ എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ് ഫിർദൌസി ആണ്. ഫിർദൌസി മുഹമ്മദ് ഗസ്നീൻ്റെ ആസ്ഥാന കവിയായിട്ടുള്ള ഫിർദൌസി ആയിരുന്നു ഷാനാമ രാജാക്കന്മാരുടെ ഗ്രന്ഥം എന്ന കൃതി രചിച്ചിട്ടുള്ളത്. പിന്നെ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ തറൈൻ യുദ്ധങ്ങൾ എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. പിന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇക്ത എന്നുള്ളത്
ഇക്ത സമ്പ്രദായം ആദ്യമായി പ്രചാരത്തിൽ കൊണ്ടുവന്നത് കുത്തബുദ്ദീൻ ഐബക്ക് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും ശരിയായിട്ടുണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് ഖിൽജി വംശം. ഖിൽജി വംശത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1290 മുതൽ 1320 വരെയാണ്. ജലാലുദ്ദീൻ ഖിൽജിയാണ് ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകൻ. പിന്നെ ഈ ഖിൽജി വംശത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു. പിന്നെ നമ്മളുടെ ഈ ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും കുറച്ചുകാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശമാണ് ഈ ഖിൽജി വംശം എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ജലാലുദ്ദീൻ ഖിൽജിനെ കുറിച്ച് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1290 മുതൽ 1296 വരെയാണ്. 6 വർഷം വരെ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ ഖിൽജി രാജവംശ സ്ഥാപകനാണ് ജലാലുദ്ദീൻ ഖിൽജി. ഈ ജലാലുദ്ദീൻ ഖിൽജിൻ്റെ യഥാർത്ഥ നാമം മാലിക് ഫിറോസ് എന്നായിരുന്നു. മാലിക് ഫിറോസ് എന്നാണ് ജലാലുദ്ദീൻ ഖിൽജിൻ്റെ യഥാർത്ഥ നാമം. ഭരിക്കപ്പെടുന്നവരുടെ പിന്തുണയോടുകൂടി വേണം ഭരണം നടത്തേണ്ടത് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ആദ്യ ഡൽഹി സുൽത്താനാണ് ജലാലുദ്ദീൻ ഖിൽജി. ഓക്കെ, ഭരിക്കപ്പെടുന്നവരുടെ പിന്തുണയോടുകൂടി വേണം ഭരണം നടത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യ ഡൽഹി സുൽത്താനാണ് ജലാലുദ്ദീൻ ഖിൽജി എന്നുള്ളത് ഓർക്കുക. ഈ സിദ്ദി മൗല എന്ന സന്യാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് വധിച്ച ഭരണാധികാരിയായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി. ഇനി ജലാലുദ്ദീൻ ഖിൽജിനെ വധിച്ചത് അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജി ആണ്. അലാവുദ്ദീൻ ഖിൽജി ജലാലുദ്ദീൻ ഖിൽജിൻ്റെ മരുമകനായിരുന്നു. അദ്ദേഹമാണ് ഈ ജലാലുദ്ദീൻ ഖിൽജിനെ വധിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ജലാലുദ്ദീൻ ഖിൽജിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മളുടെ അലാവുദ്ദീൻ ഖിൽജിനെ കുറിച്ച് നോക്കാം. ജലാലുദ്ദീൻ ഖിൽജിനെ വധിച്ചിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിനെ നോക്കിത്തരാം. അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാമാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി, ആ ഖിൽജി വംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ തന്നെ ഡൽഹി ഭരിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഖിൽജി സുൽത്താനും അലാവുദ്ദീൻ ഖിൽജി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അലി ഖുർഷിദ് എന്നാണ്. അലി ഖുർഷിദ് എന്നാണ് അലാവുദ്ദീൻ ഖിൽജിൻ്റെ യഥാർത്ഥ നാമം എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്നുള്ളത് നോക്കാം. അലൈ ദർവാസ, സിറി ഫോർട്ട് എന്നിവ പണി കഴിപ്പിച്ച ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. അലൈ ദർവാസ, സിറി ഫോർട്ട് എന്നിവ പണി കഴിപ്പിച്ച ഡൽഹി സുൽത്താനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ഇനി ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കിയ സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, ജാഗിർദാരി സമ്പ്രദായം, ഇതും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു സെക്ഷനാണ്. ഈ ജാഗിർദാരി സമ്പ്രദായം അത് നിർത്തലാക്കിയ സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, പിന്നെ കുതിരയ്ക്ക് ചാപ്പ കുത്തുന്ന ദാഗ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയും അലാവുദ്ദീൻ ഖിൽജിയാണ്. ഓക്കെ, ഇനി അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് രണ്ടാം അലക്സാണ്ടർ എന്നാണ്. താൻ രണ്ടാം അലക്സാണ്ടർ ആണ് എന്നാണ് അലാവുദ്ദീൻ ഖിൽജി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യയിൽ തപാൽ സംവിധാനം കൊണ്ടുവന്നത് ഡൽഹി സുൽത്താനായ അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. ഓക്കെ, ഇദ്ദേഹം തന്നെയായിരുന്നു ഇന്ത്യയിൽ തപാൽ സംവിധാനം കൊണ്ടുവന്നത്. ഇനി തെക്കേ ഇന്ത്യ ആക്രമിക്കാനുള്ള പദ്ധതിയായിട്ടുള്ള ഡെക്കാൻ നയം നടപ്പിലാക്കിയ സുൽത്താനും അലാവുദ്ദീൻ ഖിൽജി തന്നെ പിന്നെ മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ച സുൽത്താനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. മദ്യത്തിൻ്റെ ഉപയോഗം നിരോധിച്ച സുൽത്താനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. പിന്നെ ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണവും വില നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഡൽഹി സുൽത്താനും അദ്ദേഹമായിരുന്നു. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരിയും അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇനി ആ സൈനികർക്ക് ശമ്പളമായിട്ട് ഭൂമിക്കു പകരം പണം നൽകാൻ ആരംഭിച്ചതും അലാവുദ്ദീൻ ഖിൽജിയായിരുന്നു. പിന്നെ ഈ ഓരോ സൈനികൻ്റെയും വിവരങ്ങൾ ശേഖരിച്ചു വച്ചിരുന്ന ഷെഹ്റ സമ്പ്രദായത്തിന് തുടക്കമിട്ടതും അലാവുദ്ദീൻ ഖിൽജി തന്നെയായിരുന്നു. ഓക്കെ,
അതായത് ഓരോ സൈനികർക്കും വേണ്ട ഒരു രജിസ്റ്റർ, അത് നിലനിർത്തി, അതിൻ്റെ പേരാണ് ഈ ഷെഹ്റ. ആ സമ്പ്രദായത്തിന് തുടക്കമിട്ടത് അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. ഷെഹ്റ എന്നത് സൈനികന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു രജിസ്റ്ററാണ്. പിന്നെ ഖിൽജിയുടെ കുതിരപ്പട്ടാളത്തിലെ പടയാളികളുടെയും കുതിരകളുടെയും പറ്റിയുള്ള വ്യക്തമായ വിവരം നൽകുന്ന രജിസ്റ്ററാണ് ഹൂലിയ. ഓക്കെ, ഹൂലിയ എന്നത് ഖിൽജിൻ്റെ കുതിരപ്പട്ടാളത്തിൻ്റെയും കുതിരപ്പട്ടാളത്തിലെ പട്ടാളക്കാരുടെയും കുതിരകളുടെയും പറ്റിയിട്ടുള്ള വ്യക്തമായ വിവരം നൽകുന്ന രജിസ്റ്ററാണ് ഹൂലിയ. നമ്മൾ നേരത്തെ പറഞ്ഞു ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കിയിട്ടുള്ള സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം ഇഖ്ത സമ്പ്രദായവും അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇഖ്ത സമ്പ്രദായം അവസാനിപ്പിച്ച സുൽത്താനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡെക്കാൻ നയം, തെക്കേ ഇന്ത്യ ആക്രമിക്കാനുള്ള പദ്ധതി. അതിൽ അദ്ദേഹം ആ ഡെക്കാൻ കീഴടക്കിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഡെക്കാൻ പ്രദേശം കീഴടക്കിയ ആദ്യ മുസ്ലിം ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ഇനി മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെട്ടത് അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. ഓക്കെ, മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ് എന്നുള്ളത് ഓർക്കുക. ഇനി രാജഭരണത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ച സുൽത്താനും അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. എന്നാൽ ഭരിക്കപ്പെടുന്നവരുടെ പിന്തുണയോടുകൂടി വേണം ഭരണം നടത്തേണ്ടത് എന്ന് പറഞ്ഞത് ജലാലുദ്ദീൻ ഖിൽജി ആയിരുന്നു. എന്നാൽ രാജഭരണത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചത് സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ആണ്. പിന്നെ കമ്പോള നിയന്ത്രണവും വില നിയന്ത്രണം ഇതൊക്കെ ഏർപ്പെടുത്തിയത് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി ആണ് എന്ന് പറഞ്ഞല്ലോ. അതിലെന്താണ് ഈ കമ്പോള നിയന്ത്രണം എന്ന് ചോദിച്ചാൽ, കുറഞ്ഞ ചിലവിൽ വലിയ സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ കമ്പോള നിയന്ത്രണം അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയത്. ഇനി അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള വില നിയന്ത്രണ വിഭാഗമാണ് ദിവാൻ ഇ റിയാസത്ത്. ഓക്കെ, ദിവാൻ ഇ റിയാസത്ത് എന്നുള്ളത് അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ചിട്ടുള്ള വില നിയന്ത്രണ വിഭാഗമാണ്. അതുപോലെ കമ്പോള നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജി നിയമിച്ച ഉദ്യോഗസ്ഥന്മാരാണ് ഷാഹ്ന അല്ലെങ്കിൽ ഷഹാന ഇ മണ്ഡി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഷാഹ്ന എന്നറിയപ്പെടുന്നത് കമ്പോള നടപടികൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി അലാവുദ്ദീൻ നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അതുപോലെ നമ്മളുടെ ഈ അലാവുദ്ദീൻ ഖിൽജിന്റെ കാലത്ത് ചാരപ്രവൃത്തി നടത്തുന്നതിനു വേണ്ടി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ബരീദ്, മുണ്ടി എന്നിവർ. ഓക്കെ, ചാരപ്രവൃത്തി നടത്തുന്നതിനു വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ബരീദ് അല്ലെങ്കിൽ ബരീദും മുണ്ടി എന്നീ വിഭാഗങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അലാവുദ്ദീൻ സ്ഥാപിച്ചിട്ടുള്ള കച്ചവട കേന്ദ്രമായിരുന്നു സെറായ് ഇ ആദിൽ. സെറായ് ഇ ആദിൽ എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച കച്ചവട കേന്ദ്രമായിരുന്നു. അതുപോലെ ഭൂമി കറക്റ്റായിട്ട് കൃഷിഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ ഉത്തരവിട്ട ആദ്യ സുൽത്താൻ കൂടിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഇനി ആ ഭൂമിൻ്റെ അളവ് നോക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന യൂണിറ്റ് ആയിരുന്നു ബിശ്വ. ബിശ്വ എന്നത് ഭൂമി അളവിനായി ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന യൂണിറ്റ് ആണ്. പിന്നെ ഡൽഹിയിലെ ജമായത്ത് ഖാന പള്ളിയും 1000 തൂണുകളുടെ കൊട്ടാരവും ഒക്കെ പണികഴിപ്പിച്ച ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി എന്നുള്ളത് ഓർക്കുക. ഇനി ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു സ്ത്രീയും തമ്മിലുള്ള ആദ്യ വിവാഹം അലാവുദ്ദീൻ ഖിൽജിയും കമലാദേവിയും തമ്മിൽ നടന്നത് ആയിരുന്നു. ഓക്കെ, അലാവുദ്ദീൻ ഖിൽജിയും കമലാദേവിയും തമ്മിൽ നടന്ന വിവാഹമായിരുന്നു ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു സ്ത്രീയും തമ്മിലുള്ള വിവാഹം. പിന്നെ നമ്മളുടെ ഒരു സിനിമയുണ്ടല്ലോ ദീപിക പദുക്കോണും രൺവീർ സിംഗുമായിട്ട്, പത്മാവത്. ആ സിനിമയിൽ നമ്മളുടെ അലാവുദ്ദീൻ ഖിൽജിയും ചിത്തോർ രാജാവ് രത്തൻ സിംഗിൻ്റെ ഭാര്യയായിട്ടുള്ള പത്മാവതിയും കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു ഇതിഹാസ കാവ്യമായിരുന്നു. അതിൻ്റെ പേരും പത്മാവത് എന്ന് തന്നെയാണ്. അതിനെയാണ് സഞ്ജയ് ലീല ബൻസാലി ആയിരുന്നു ആ സിനിമേൻ്റെ സംവിധായകൻ. അതിൽ പത്മാവത് ആയിട്ടായിരുന്നു ദീപിക പദുക്കോൺ ഉണ്ടായിരുന്നത്, അലാവുദ്ദീൻ ഖിൽജി ആയിട്ടായിരുന്നു രൺവീർ സിംഗ് ഉണ്ടായിരുന്നത്. അതിലെ ചിറ്റോർ രാജാവായിട്ടുള്ള രത്തൻ സിംഗിൻ്റെ
വേഷം ചെയ്തത് ഷാഹിദ് കപൂറും ആയിരുന്നു. 1303 ഈ അലാവുദ്ദീൻ ഖിൽജി ചിറ്റോർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ അലാവുദ്ദീൻ ഖിൽജിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നു മാലിക് കഫൂർ. ഓക്കെ, മാലിക് കഫൂർ എന്നുള്ളത് അലാവുദ്ദീൻ ഖിൽജിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നു. മാലിക് കഫൂർ ആക്രമിച്ച് കീഴടക്കിയ ആദ്യ തെക്കേ ഇന്ത്യൻ പ്രദേശമായിരുന്നു ദേവഗിരി. ഖിൽജി വംശത്തിന്റെ തകർച്ചയ്ക്ക് കാരണക്കാരൻ എന്നറിയപ്പെടുന്ന ഖിൽജി സൈന്യാധിപനായിരുന്നു മാലിക് ഗഫൂർ. പിന്നെ ഇദ്ദേഹം ഞാനാണ് ഖലീഫ എന്നുള്ളത് സ്വയം വിശേഷിപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഖിൽജി വംശം ഭരിച്ച അവസാന പ്രധാന ഭരണാധികാരിയായിരുന്നു മുബാറക് ഷാ. അപ്പോൾ നമുക്ക് ഖിൽജി വംശത്തിൽ ആകെ നമുക്ക് പഠിക്കാനുള്ളത് ജലാലുദ്ദീൻ ഖിൽജിനെ കുറിച്ചും അതുപോലെ നമ്മൾ ഈ അലാവുദ്ദീൻ ഖിൽജിനെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത് കേട്ടോ. ബാക്കി ഉള്ളതൊന്നും പ്രശസ്തരായിട്ടുള്ള ഖിൽജി ഭരണാധികാരികൾ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു ഖിൽജി വംശം ഭരിച്ച അവസാന പ്രധാന ഭരണാധികാരിയാണ് മുബാറക് ഷാ എന്ന്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയിട്ടുള്ള കമ്പോള പരിഷ്കരണവും മദ്യനിരോധനവും എടുത്തു കളഞ്ഞ ഖിൽജി ഭരണാധികാരിയാണ് മുബാറക് ഷാ. ഓക്കെ, ഇനി നമുക്ക് ഈ ഖിൽജി വംശവുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ള ഒരാളാണ് അലാവുദ്ദീൻ ഖിൽജിന്റെ സദസ്യനായിരുന്ന കവി അമീർ ഖുസ്രുവിനെ കുറിച്ച്. അമീർ ഖുസ്രുവിനെ കുറിച്ചിട്ട് PSC ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അമീർ ഖുസ്രുവും ഖിൽജി വംശത്തിലെ ഒരു പ്രധാനിയായിട്ടുള്ള ഒരു ആളാണ്. ഓക്കെ, ഭരണാധികാരിയല്ല, പക്ഷെ പ്രധാനിയായിട്ടുള്ള ഒരു കവിയാണ്. ഹിന്ദി വാക്കുകൾ രചനയ്ക്ക് ഉപയോഗിച്ച ആദ്യ മുസ്ലിം എഴുത്തുകാരനാണ് അമീർ ഖുസ്രു. ഓക്കെ, ഹിന്ദി വാക്കുകൾ അദ്ദേഹത്തിൻ്റെ രചനയ്ക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആദ്യ മുസ്ലിം എഴുത്തുകാരനാണ് അമീർ ഖുസ്രു എന്ന് പറയുന്നത്. പിന്നെ ബാൽബൻ, അലാവുദ്ദീൻ ഖിൽജി, ഗിയാസുദ്ദീൻ തുഗ്ലക് എന്നിവരുടെ രക്ഷാധികാരത്തിൽ കഴിഞ്ഞ പണ്ഡിതനും കൂടിയാണ് അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ നാമം അബുൾ ഹസൻ എന്നായിരുന്നു. അബുൾ ഹസൻ എന്നാണ് അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ നാമം. പിന്നെ ഖവ്വാലി എന്ന സൂഫി സംഗീത രീതിൻ്റെ പിതാവാണ് അമീർ ഖുസ്രു. അദ്ദേഹമാണ് ഈ ഖവ്വാലി എന്നുള്ള ഒരു ഗാനരീതി ആരംഭിച്ചത്. ഓക്കെ, പിന്നെ സിത്താർ, തബല എന്നിവ കണ്ടുപിടിച്ച വ്യക്തിയാണ് അമീർ ഖുസ്രു. ഇനി ഇന്ത്യയുടെ തത്ത എന്നാണ് അമീർ ഖുസ്രു അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. പിന്നെ ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും അമീർ ഖുസ്രു തന്നെയാണ്. അല്ലെങ്കിൽ ഉറുദു ഭാഷയുടെ ഹോമർ എന്നറിയപ്പെടുന്നതും അമീർ ഖുസ്രു തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഉറുദു ഭാഷയുടെ പിതാവ് അല്ലെങ്കിൽ ഉറുദു ഭാഷയുടെ ഹോമർ, ഇന്ത്യയുടെ തത്ത, പിന്നെ സിത്താർ, തബല എന്നിവ കണ്ടുപിടിച്ചത്, ഖവ്വാലി അത് കണ്ടുപിടിച്ചത് എല്ലാം തന്നെ അമീർ ഖുസ്രു ആണ്. ഇനി അമീർ ഖുസ്രുവിൻ്റെ പ്രധാന രചനകൾ അയൻ ഇ സിക്കന്ദരി, തുഗ്ലക് നാമ, താരിഖ് ഇ അലായ്, ലൈല മജ്നു എന്നിവയാണ്. ഓക്കെ, അപ്പോൾ അമീർ ഖുസ്രുവും കൂടെ നോക്കിക്കഴിഞ്ഞതോടുകൂടി നമ്മളുടെ ഖിൽജി വംശം നോക്കി കഴിഞ്ഞു. അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് തുഗ്ലക് വംശം. അവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1320 മുതൽ 1414 വരെ ആയിരുന്നു. ഓക്കെ, ഡൽഹി സുൽത്താനേറ്റിലെ മൂന്നാമത്തെ രാജവംശമാണ് തുഗ്ലക് വംശം എന്ന് പറയുന്നത്. ഈ തുഗ്ലക് വംശത്തിൻ്റെ സ്ഥാപകനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന സുൽത്താൻ വംശമാണ് തുഗ്ലക് വംശം. ഓക്കെ, അപ്പം നമുക്ക് തുഗ്ലക് വംശ സ്ഥാപകനായിട്ടുള്ള ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നോക്കാം. ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1320 മുതൽ 1324 വരെയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഗാസി മാലിക് എന്നുള്ളതാണ്. ഗാസി മാലിക് എന്നാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ നാമം. സദസ്സിൽ നൃത്തവും പാട്ടും നിരോധിച്ച സുൽത്താനാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്. ഓക്കെ, പിന്നെ ഗിയാസുദ്ദീൻ പണി കഴിപ്പിച്ചിട്ടുള്ള നഗരമായിരുന്നു തുഗ്ലക്കാബാദ്. അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പവലിയൻ അല്ലെങ്കിൽ പന്തൽ തകർന്നു വീണിട്ടായിരുന്നു ഗിയാസുദ്ദീൻ തുഗ്ലക് മരിച്ചത്.
പിന്നെ നമ്മൾ നേരത്തെ അമീർ ഖുസ്രുവിൻ്റെ രചനകൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു തുഗ്ലക് നാമ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ആ തുഗ്ലക് നാമയിൽ അടങ്ങിയിരിക്കുന്നത്. അത് രചിച്ചത് അമീർ ഖുസ്രു ആണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ച് നോക്കാനുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ജുനാ ഖാൻ എന്നുള്ളതായിരുന്നു. ജുനാ ഖാൻ എന്നാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ നാമം. ഓക്കെ, ഇനി സുൽത്താനേറ്റിൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്കും പിന്നീട് തിരിച്ച് ദേവഗിരിയിൽ നിന്ന് ഡൽഹിയിലേക്കും മാറ്റിയ സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓക്കെ, ഇനി ദേവഗിരിക്ക് അദ്ദേഹം ദൗലത്താബാദ് എന്ന പേരും നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദേവഗിരി എന്ന സ്ഥലത്തിന് അദ്ദേഹം ദൗലത്താബാദ് എന്ന പേര് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദിവാൻ ഇ അമീർ കോഹി, ദിവാൻ ഇ അമീർ കോഹി എന്ന കൃഷി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. ദിവാൻ ഇ അമീർ കോഹി എന്ന കൃഷി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, അത് സ്ഥാപിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഓക്കെ, പിന്നെ ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ടോക്കൺ കറൻസി കൊടുക്കാനായിട്ട് ആ ഒരു സമ്പ്രദായം തുടങ്ങി വെച്ചതും മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക് ഏർപ്പെടുത്തിയ ചെമ്പു നാണയങ്ങളായിരുന്നു ദിനാറും അദലിയും. ദിനാറും അദലി എന്നിവ മുഹമ്മദ് ബിൻ തുഗ്ലക് ഏർപ്പെടുത്തിയിട്ടുള്ള ചെമ്പു നാണയങ്ങളാണ്. ഓക്കെ, പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക് പണികഴിപ്പിച്ചിട്ടുള്ള നഗരമാണ് ജഹൻപന. ജഹൻപന എന്നുള്ളത് മുഹമ്മദ് ബിൻ തുഗ്ലക് പണികഴിപ്പിച്ചിട്ടുള്ളൊരു നഗരം ആണ്. പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കൊട്ടാരം സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ഇബൻ ബത്തൂത്ത. ഓക്കെ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയാണ് ഇബൻ ബത്തൂത്ത എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അദ്ദേഹം ഡൽഹിയെ പൗരസ്ത്യ ലോകത്തെ ഏറ്റവും പ്രധാന നഗരം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇബൻ ബത്തൂത്ത കേട്ടോ. ഇബൻ ബത്തൂത്ത ഡൽഹിയെ പൗരസ്ത്യ ലോകത്തെ ഏറ്റവും പ്രധാന നഗരം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ അധികാര പരിധി ഉണ്ടായിരുന്ന ഡൽഹി സുൽത്താനായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നുള്ളത്. അദ്ദേഹത്തിന് മൊത്തം 23 പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് വിജയനഗര സാമ്രാജ്യവും ബാമിനീസ് വംശവും എല്ലാം സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളത് ഓർക്കുക. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബ്നു ബത്തൂത്ത രചിച്ചിട്ടുള്ള കൃതിയാണ് സഫർനാമ. ഓക്കെ, നമ്മളുടെ മൊറോക്കൻ സഞ്ചാരിയായിട്ടുള്ള ഇബ്നു ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് രചിച്ച കൃതിയാണ് സഫർനാമ എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന പേരുകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ പാഗൽ പാദുഷ, പിന്നെ സോളമനെ പോലെ ചിന്തിച്ച് ഒരു വിഡ്ഢിയെ പോലെ പ്രവർത്തിച്ച സുൽത്താൻ എന്നറിയപ്പെടുന്നതും മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. പിന്നെ ബുദ്ധിമാനായ വിഡ്ഢി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിൻസെന്റ് സ്മിത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബുദ്ധിമാനായ വിഡ്ഢി എന്ന് വിൻസെന്റ് സ്മിത്ത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചു. പിന്നെ നിർഭാഗ്യവാനായ ആദർശവാദി എന്നാണ് ഇബ്നു ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത്. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ചു. പിന്നെ വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്ന് ലെയിൻപൂള് വിശേഷിപ്പിച്ചു. വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്ന് ലെയിൻപൂൾ വിശേഷിപ്പിച്ചു. പിന്നെ നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നാണ് എഡ്വേർഡ് താനസ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത്. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന് എഡ്വേർഡ് തനാസ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പം തുഗ്ലക് വംശത്തിലെ നമ്മളിപ്പോൾ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ചും മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചും പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് ഫിറോസ് ഷാ തുഗ്ലക്. ഓക്കെ, ഫിറോസ് ഷാ തുഗ്ലക് 1351 മുതൽ 1388 വരെ അദ്ദേഹം ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഖലീഫയുടെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയായിരുന്നു
ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലസേചന പദ്ധതികൾ ആരംഭിച്ച ഭരണാധികാരിയായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്ക്. പിന്നെ ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ചതും ഫിറോസ് ഷാ തുഗ്ലക് ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലസേചന പദ്ധതികളും കനാൽ വഴിയുള്ള ഗതാഗതവും ആരംഭിച്ചത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. പിന്നെ യമുന കനാൽ പണികഴിപ്പിച്ച ഭരണാധികാരിയും അദ്ദേഹം തന്നെയാണ്. പിന്നെ മുസ്ലിങ്ങൾക്കുമേൽ ജസിയ എന്ന മതനികുതി ആദ്യമായി ഏർപ്പെടുത്തിയത് ഫിറോസ് ഷാ തുഗ്ലക് ആയിരുന്നു. ഓക്കെ, അപ്പൊ ജസിയ എന്നത് മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് മേൽ ചുമത്തുന്ന ഒരു മതനികുതിയാണ്. അത് ഏർപ്പെടുത്തിയത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. പിന്നെ അലാവുദ്ദീൻ ഖിൽജിനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ജാഗിർദാരി സമ്പ്രദായം നിർത്തലാക്കിയ സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞു. എന്നാൽ ഫിറോസ് ഷാ തുഗ്ലക് ആ ജാഗിർദാരി സമ്പ്രദായം പുനരാരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൊഴിലില്ലാത്തവർക്കു വേണ്ടി തൊഴിൽ കാര്യാലയം, അതായത് ഇപ്പം നമ്മളുടെ അവിടെയുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസ് പോലെ ഉള്ളത് ആരംഭിച്ചത് ഫിറോസ് ഷാ തുഗ്ലക് ആയിരുന്നു. ഓക്കെ, അപ്പോൾ തൊഴിലില്ലാത്തവർക്ക് വേണ്ടി തൊഴിൽ കാര്യാലയം ആരംഭിച്ച ഡൽഹി സുൽത്താനാണ് ഫിറോസ് ഷാ തുഗ്ലക് എന്നുള്ളത്. പിന്നെ ഇദ്ദേഹം നിർമ്മിച്ച നഗരങ്ങളാണ് ഹിസാർ, ഫത്തേഹാബാദ്, ഫിറോസാബാദ്, ജൗൻപൂർ എന്നിവ. ഓക്കെ, ഫിറോസ് ഷാ തുഗ്ലക് നിർമ്മിച്ച നഗരങ്ങളാണ് ഹിസാർ, ഫത്തേഹാബാദ്, ഫിറോസാബാദ്, ജൗൻപൂർ എന്നിവ. പിന്നെ ഡൽഹിയിലേക്ക് 2 അശോക സ്തൂപങ്ങൾ കൊണ്ടുവന്ന തുഗ്ലക് സുൽത്താനായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക് എന്നുള്ളത്. പിന്നെ അടിമകളുടെ പരിപാലനത്തിനായിട്ട് പ്രത്യേക വകുപ്പ് ആരംഭിച്ച ഡൽഹി സുൽത്താനും ഫിറോസ് ഷാ തുഗ്ലക് ആണ്. പിന്നെ മംഗോൾ നേതാവായിട്ടുള്ള തിമൂർ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്തെ ഭരണാധികാരിയായിരുന്നു തുഗ്ലക് വംശത്തിലെ നസിറുദ്ദീൻ മഹ്മൂദ്. ഓക്കെ, അപ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ച് നമുക്ക് അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഡൽഹി സുൽത്താനേറ്റിലെ പ്രതാപശാലിയായിട്ടുള്ള അവസാന സുൽത്താനാണ് ഫിറോസ് ഷാ തുഗ്ലക് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ തിമൂർ ആക്രമിക്കുന്ന സമയത്തുള്ള തുഗ്ലക് ഭരണാധികാരിയായിരുന്നു നസിറുദ്ദീൻ മഹ്മൂദ്. 1398 തിമൂറിൻ്റെ ഇന്ത്യ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ തുഗ്ലക് വംശത്തിലെ തന്നെ അവസാന ഭരണാധികാരിയാണ് നസിറുദ്ദീൻ മഹ്മൂദ് എന്നിവർ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നസിറുദ്ദീൻ മഹ്മൂദാണ് അവസാനത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞല്ലോ. അതോടുകൂടി നമ്മളുടെ ഈ ഖിൽജി വംശം അവസാനിക്കുകയാണ്. പിന്നീട് വന്നതായിരുന്നു സൈദ് വംശം. സൈദ് വംശത്തിൻ്റെ കുറിച്ച് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നോക്കാനുള്ളത്. അവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1414 മുതൽ 1451 വരെയാണ്. സൈദ് വംശത്തിൻ്റെ സ്ഥാപകനായിരുന്നു കിസിർ ഖാൻ. കിസർ ഖാൻ എന്നുള്ളത് സൈദ് വംശ സ്ഥാപകൻ ആയിരുന്നു. തിമൂർ ഇന്ത്യയിൽ നിയമിച്ച ഗവർണറാണ് കിസർ ഖാൻ. ഓക്കെ, ഈ കിസർ ഖാനു ശേഷം അധികാരത്തിൽ വന്നത് മുബാറക് ഷാ ആണ്. പിന്നെ ഈ സൈദ് വംശത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് ഭരിക്കുന്നവരെ നമ്മൾ സുൽത്താൻ എന്ന് പറയും. എന്നാൽ സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കാത്ത ഡൽഹി രാജവംശമായിരുന്നു ഈ സൈദ് രാജവംശം. പിന്നെ നാണയങ്ങളിൽ പേര് മുദ്രണം ചെയ്യാത്ത രാജവംശവും കൂടിയാണ് സൈദ് വംശം. നമ്മൾ പറഞ്ഞു സൈദ് വംശ സ്ഥാപകൻ കിസർ ഖാൻ ആണ്. എന്നാൽ സൈദ് വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ആലം ഷാ. ഓക്കെ, പിന്നെ ഈ ഷാ ആലം ചക്രവർത്തിമാരുടെ അധിപൻ എന്നാണ് ഈ ഷാ ആലം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഷാ ആലം എന്ന പേര് സ്വീകരിച്ചത് അലാവുദ്ദീൻ ആലം ഷാ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സൈദ് വംശത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇവർക്ക് ശേഷം, അതായത് 1451 ശേഷം വന്നിട്ടുള്ള അടുത്ത ഡൽഹി സുൽത്താനേറ്റിലെ വംശവും അവസാന ഡൽഹി സുൽത്താനേറ്റിലെ വംശവും കൂടിയാണ് ലോധി വംശം. അവരുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1451 മുതൽ 1526 വരെയാണ്. ഓക്കെ, ഈ ലോധി വംശം സ്ഥാപിച്ചത് ബഹ്ലൂൽ ലോധിയാണ് ലോധി വംശ സ്ഥാപകൻ. ഓക്കെ, ഇനി ഇന്ത്യ ഭരിച്ച ആദ്യ പത്താൻ വംശമാണ് ലോധി വംശം. ഈ പത്താൻ വംശം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരെയാണ്. അപ്പോൾ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ആദ്യ പത്താൻ വംശമാണ് ലോധി വംശം എന്ന് പറയുന്നത്. പിന്നെ
തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയ ലോധി ഭരണാധികാരിയായിരുന്നു സിക്കന്ദർ ലോധി. ഓക്കെ, അപ്പോൾ ഈ ആഗ്ര പട്ടണം പണി കഴിപ്പിച്ചതും സിക്കന്ദർ ലോധി തന്നെയാണ്. അപ്പോൾ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റുകയും ആഗ്ര പട്ടണം പണി കഴിപ്പിച്ചതും സിക്കന്ദർ ലോധിയാണ്. അതുപോലെ സിക്കന്ദർ ലോധി ഗുൽ റുഖി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ഡൽഹി സുൽത്താനാണ്. ഗുൽ റുഖി. ഓക്കെ, ഗുൽ റുഖി എന്നുള്ളത് സിക്കന്ദർ ലോധിന്റെ തൂലികാ നാമമാണ് എന്നുള്ളത് ഓർക്കുക. ഈ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ഇബ്രാഹിം ലോധി. ഓക്കെ, ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ഇബ്രാഹിം ലോധി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞതുപോലെ ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ ഏറ്റവും അവസാനത്തെ വംശമാണ് ലോധി വംശം. അപ്പോൾ സുൽത്താനേറ്റിന് അന്ത്യം കുറിക്കപ്പെട്ടത് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിന്റെ ഫലമായിട്ടാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ ആയിരുന്നു. ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526 എന്നുള്ളതും കൂടി ഒന്ന് ഓർക്കുക. ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിനെ ബാബർ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, അങ്ങനെ ഇബ്രാഹിം ലോധിനെ ബാബർ പരാജയപ്പെടുത്തിയതോടുകൂടെ തന്നെ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ള ആ ഒരു വംശം തന്നെ നിന്നു. അതിനുശേഷം ബാബർ സ്ഥാപിച്ചിട്ടുള്ള മുഗൾ വംശമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കുറച്ച് നിർമ്മിതികളെ കുറിച്ച് പറയാം. ഓക്കെ, ഞാനത് ആരാണ് നിർമ്മിച്ചത്, അതുപോലെ ഏതാണ് നിർമ്മിതി എന്നുള്ളത് മാത്രമായിരിക്കും പറയാം. അപ്പം അതൊന്ന് വേഗം ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഇതോടുകൂടി നമ്മളുടെ ഈ ഡൽഹി സുൽത്താനേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് അതിൻ്റെ ഇടയിൽ വേറൊന്നും ചേർക്കുന്നില്ല. ഇന്നത്തോടെ ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ള വംശം നമ്മൾ ഇന്നത്തോടെ തീർക്കുകയാണ്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള ഈ നുറുങ്ങായിട്ടുള്ള ടിപ്സാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. കുത്തബുദ്ദീൻ ഐബക്ക് തന്നെയാണ് ദിൻക ജോൻപരയും ഖുവ്വത്തുൽ ഇസ്ലാം മോസ്കും നിർമ്മിച്ചത്. അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ചതായിരുന്നു കുത്തബ് മിനാറും ദിൻക ജോൻപരയും ഖുവ്വത്തുൽ ഇസ്ലാം മോസ്കും. ഓക്കെ, കുത്തബുദ്ദീൻ ഐബക്ക്. പിന്നെ അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ചതായിരുന്നു അലൈ ദർവാസയും സിറി ഫോർട്ടും. നമ്മളെല്ലാം പറഞ്ഞതാണ്, എന്നിരുന്നാലും അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയണമെന്ന് മാത്രം. ഗിയാസുദ്ദീൻ തുഗ്ലക് നിർമ്മിച്ചതാണ് തുഗ്ലകാബാദ് നഗരവും തുഗ്ലകാബാദ് കോട്ടയും. ഓക്കെ, ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക് നിർമ്മിച്ചതായിരുന്നു ജഹൻപന നഗരം. ജഹൻപന നഗരം എന്നുള്ളത് മുഹമ്മദ് ബിൻ തുഗ്ലക് നിർമ്മിച്ചതായിരുന്നു. ഇനി സിക്കന്ദർ ലോധി നിർമ്മിച്ചതാണ് ആഗ്ര പട്ടണം അല്ലെങ്കിൽ ആഗ്ര നഗരം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയുന്നത് രാജവംശവും അവരുടെ സ്ഥാപകനും അതുപോലെ അവരുടെ അവസാന സുൽത്താനും. ഓക്കെ, അപ്പോൾ രാജവംശം അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് ലോധി. ഓക്കെ, അപ്പം ഇതിലെ അടിമവംശ സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക്കും അവിടുത്തെ അവസാനത്തെ സുൽത്താൻ കൈക്കോബാദും ആണ്. ഓക്കെ, കുത്തബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച അടിമവംശത്തിലെ ഏറ്റവും അവസാന സുൽത്താൻ കൈക്കോബാദ് ആണ്. ഇനി ഖിൽജി വംശം സ്ഥാപിച്ചത് ജലാലുദ്ദീൻ ഖിൽജിയും അവിടുത്തെ അവസാനത്തെ സുൽത്താൻ മുബാറക് ഷായും ആണ്. തുഗ്ലക് വംശ സ്ഥാപകൻ ഗിയാസുദ്ദീൻ തുഗ്ലക്കും അവിടുത്തെ ഏറ്റവും അവസാനത്തെ സുൽത്താൻ നാസിറുദ്ദീൻ മഹ്മൂദ് ഷായും ആണ്. ഓക്കെ, നാസിറുദ്ദീൻ മഹ്മൂദ് ഷാ ആണ് തുഗ്ലക് വംശത്തിൻ്റെ അവസാന സുൽത്താൻ. ഇനി സയ്യിദ് വംശം സ്ഥാപിച്ചത് കിസർ ഖാൻ ആണ്. അതിലെ അവസാനത്തെ സുൽത്താൻ അലാവുദ്ദീൻ ആലം ഷാ ആണ്. പിന്നെ ലോധി വംശ സ്ഥാപകൻ ബഹ്ലൂൽ ലോധിയും അവസാന സുൽത്താൻ ഇബ്രാഹിം ലോധിയും ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോ കുറച്ചൊന്ന് ചെറുതാണ്, എന്നിരുന്നാലും നമ്മൾ ഇന്നത്തോടുകൂടി ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളൊരു ഭാഗം തന്നെ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ വന്നിട്ടുള്ള ബാമിനി സാമ്രാജ്യത്തെക്കുറിച്ചും വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചും നോക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുഗൾ ചരിത്രവും കൂടെ നോക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രമാണ് ഉള്ളത്. നമ്മൾ ഇന്ന് ഖിൽജി വംശത്തെക്കുറിച്ചും തുഗ്ലക് വംശത്തെക്കുറിച്ചും സയ്യിദ് വംശത്തെക്കുറിച്ചും ലോധി വംശത്തെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും.
പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നാളെ നോക്കുന്നുണ്ടാവുക ലോക ചരിത്രത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കേരളം, ഇന്ത്യ, ലോകം എന്നുള്ളതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് നിങ്ങൾ എഴുതി വെക്കരുത്. നോട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്ന് ഒരു കുഴഞ്ഞ രൂപമാവും. അങ്ങനെ വേണ്ട. കേരളത്തിന് ഒരു പ്രത്യേക പാർട്ട് എടുത്ത് വെക്കുക, ഇന്ത്യക്ക് വേറൊരു പാർട്ട്, വേൾഡിനും വേറൊരു പാർട്ടായിട്ട് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.